ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഡേ 2 ഓഫ് ആറ്റുകാൽ പൊങ്കാലയുടെ വീഡിയോ ആണ് കേട്ടോ ഇത്. എനിക്ക് ഇൻട്രോ എടുക്കാനായിട്ട് പറ്റിയില്ല, കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞായിരുന്നു നമ്മൾ എത്തുമ്പോൾ തന്നെ വൈകി, പിന്നെ ഉറങ്ങാനൊക്കെ ഇച്ചിരി ലേറ്റായി. ആകെ 2-3 മണിക്കൂർ അങ്ങാണ്ടേ ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ രാവിലെ ധൃതിയിൽ എണീറ്റ് വേഗം കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ എനിക്ക് ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല. സോ ഫസ്റ്റ് തന്നെ നമ്മൾ പോണത് ആറ്റുകാൽ അമ്പലത്തേക്കാണ്, ആറ്റുകാൽ അമ്മയുടെ അമ്പലത്തേക്കാണ് പോണത്. സോ പോണ വഴിക്ക് നമുക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ വേറെയും കുറേ ഇതൊക്കെ അമ്പലങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. എന്താ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ ഫുൾ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഫസ്റ്റ് തന്നെ ഇവിടെ പോയിട്ട് തൊഴുകാനം, നമ്മൾ പൊങ്കാല ഇടുന്ന മുന്നേ പോയി തൊഴുകണം അത്ര, അങ്ങനെ ഒരു ഇതുണ്ട് അത്ര. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ നേരത്തെ, എനിക്ക് തോന്നുന്നു ഒരു 3 മണി അങ്ങാണ്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വൈറ്റ് സാധനങ്ങളൊക്കെ കണ്ടോ, അതൊക്കെ ഈ നാളെ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടിക കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഓരോന്ന്. അപ്പോൾ അവിടെ നമ്മൾ എത്തിയ ശേഷം അവിടെ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ. അവിടെ ഇങ്ങനെ ഒരു പന്തൽ പോലെ കെട്ടിയിട്ട് എന്ത് ഭജന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നുണ്ടായിരുന്നു. സോ ഈ ലൈറ്റ് കാണുന്നില്ലേ, അതാണ് നമ്മുടെ അമ്പലം. നമ്മൾ ഉള്ളിലേക്ക് പോയി, പക്ഷേ ലൈക്ക് ഫ്രണ്ടിൽ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്ക്. അപ്പോൾ നമ്മൾ കുറേ നേരം ക്യൂ ഒക്കെ നിന്നിട്ടാണ് തൊഴുകാനൊക്കെ പറ്റിയത്. കാലിലൊക്കെ നല്ല നീരായിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആകെ, ഫസ്റ്റ് അമ്പലത്തിൽ കയറിയപ്പോൾ തന്നെ ആകെ ടയേർഡായി. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, കണ്ടില്ലേ, നല്ല തിരക്കുണ്ടായിരുന്നു. സോ ഇതാണ് നമ്മുടെ ആറ്റുകാലമ്മയുടെ ടെമ്പിൾ കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നമ്മൾ ഓഫ് സീസണൊക്കെ വരികയാണെങ്കിൽ നമുക്ക് സമാധാനത്തിൽ തൊഴുകാൻ പറ്റും. ഈ പൊങ്കാല ടൈമിൽ വന്നിട്ട് തൊഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇതുള്ള കാര്യമാണ്. പക്ഷേ നമ്മളുടെ എന്തായാലും തലേ ദിവസം വന്ന് തൊഴുകണം അത്ര, അങ്ങനെയൊക്കെ ഉണ്ട് അത്ര. അപ്പോൾ അതായിരുന്നു നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയുടെ ഇത് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, കണ്ടില്ലേ. രാവിലെ തന്നെ വെളിച്ചം പോലും വന്നിട്ടില്ല, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതിനുശേഷം നമ്മൾ പോയത് പഴവങ്ങാട് ഗണപതി ടെമ്പിളിലാണ്. ഇവിടെ നമുക്ക് കയറാനായിട്ട് പറ്റിയില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി വേറൊരു സൈഡ് പാർക്ക് ചെയ്ത് നമ്മൾ പിന്നെ ക്രോസ് ചെയ്തിട്ടൊക്കെയാണ് പോയത്. പക്ഷെ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റിയില്ല, കാരണം മഴ വന്നു ഇടയിൽ കൂടെ. പിന്നെ നല്ല ക്യൂ ഉണ്ടായിരുന്നു, കാരണം നമുക്കത്ര സമയം ഉണ്ടായിരുന്നില്ല വേറെ അമ്പലങ്ങളിൽ പോകാണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് തന്നെ ജസ്റ്റ് തൊഴുതിട്ട് അവിടുന്ന് അങ്ങനെ അടുത്ത അമ്പലത്തേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. സോ വഴിയിൽ തന്നെ എൻ്റെ ചുറ്റും ഇതിങ്ങനെ കലം, പിന്നെ എന്താ പറയുക ചിരട്ടയുടെ കയ്യിൽ, അങ്ങനത്തെ ഇതൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കല ഓൾറെഡി തലേ ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നു. കയ്യിലും അങ്ങനത്തെ സാധനങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായില്ല. പിന്നെ ഈ എന്താ പറയുക വെറ്റില, അടയ്ക്ക, അങ്ങനത്തെ ഇതൊക്കെ വെക്കും അത്ര, ഗണപതിക്ക് വെക്കണ ഒരു ഇതുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് നമ്മളിങ്ങനെ നല്ല ഇങ്ങനെ നോക്കി നടക്കുകയാണ് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ഇതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ലാസ്റ്റ് നമ്മൾ ഈ ഒരു അവിടെ നിന്നായിരുന്നു ഇങ്ങനത്തെ ചിരട്ടക്കയിൽ സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഇളക്കാനും എന്തൊക്കെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ അവിടുന്ന് മേടിച്ചു. കലം നമ്മൾ ഓൾറെഡി മേടിച്ചുകൊണ്ട് അത് ആവശ്യം വന്നില്ല. പിന്നെ എന്താ പറയുക, ഗണപതിക്ക് വയ്ക്കാനുള്ള സാധനങ്ങളും അങ്ങനത്തെ ഇതൊക്കെ മേടിച്ചു. സോ ഇതൊക്കെ മേടിച്ച ശേഷം നമ്മൾ ഇതിൻ്റെ സ്ട്രെയിറ്റ് നടന്ന ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, ബസ് സ്റ്റാൻഡ് അതിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അടുത്തത് നമ്മുടെ മോസ്റ്റ് ഫേമസ്, ട്രിവാൻഡ്രത്തിൽ തന്നെ വന്നു കഴിഞ്ഞാൽ പോകേണ്ട അതായ ഒരു ടെമ്പിളാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം. സോ അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ് കേട്ടോ. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ചെറുതായിട്ട് മഴയൊക്കെ ഇങ്ങനെ പെയ്യണ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവിടെ കയറിയ ശേഷം നമുക്ക് ഫോണൊന്നും ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ ക്ലോക്ക് റൂമിൽ തന്നെ കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിലായിട്ടൊരു ക്ലോക്ക് റൂം ഉണ്ട്, അത് നമ്മൾ അവിടെ ഉള്ളിൽ കയറിയ ശേഷമാണ് കേട്ടോ അറിഞ്ഞത്. സോ ഇതാണ് നമ്മുടെ ടെമ്പിൾ. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് പ്ലേസ് ആയിരുന്നു ഇത്. സോ അതെനിക്ക് കാണാനായിട്ട് പറ്റി, ഉള്ളിൽ തൊഴുകാനും പറ്റി. ഭയങ്കര സന്തോഷമായി എനിക്ക്. ഓക്കെ, നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഈ ക്യൂ ഒക്കെ നിന്നിട്ടാണ് നമ്മൾ കയറിപ്പോയത്. പക്ഷേ ആറ്റുകാൽ പൊങ്കാല മീൻസ് ആറ്റുകാൽ നമ്മുടെ ടെമ്പിളിലുള്ള പോലത്തെ അത്രയ്ക്ക് തിരക്ക് ഇവിടെ തിരക്കുണ്ട്. പക്ഷേ പെട്ടെന്ന് ആൾക്കാർ കടത്തി വിടുന്നതുകൊണ്ട് നമുക്ക് ഓവർ നിൽക്കേണ്ട ഇതൊന്നും ആവശ്യമൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ലൈനിൽ നിൽക്കുമ്പോൾ തന്നെ എന്താ പറയുക, മഴ ഇങ്ങനെ മെല്ലെ പെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പുറത്തെ സൈഡിലായിട്ട് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കുളമൊക്കെയാണ്. പിന്നെ ടെമ്പിളിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി ടെമ്പിളാണ്. ഐ ഡോണ്ട് നോ, ലൈക്ക് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഉള്ളിൽ നിന്നായാലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഗൂസ് ബംസ് വരും. ഉള്ളിലത്തെ സ്റ്റാച്ചു മീൻസ് ഐഡൽ ഉണ്ടല്ലോ,
അത് കാണുമ്പോൾ ഉള്ളിൽ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമുക്കതൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല ഉള്ളിലത്തെ കാഴ്ചകളൊന്നും. പക്ഷേ ഉള്ളിലത്തെ കാഴ്ചകൾ അടിപൊളിയായിരുന്നു. പോയിട്ടുള്ളവർക്ക് അറിയാം, അവിടെ പോയിട്ടുള്ളവർക്കും തൊഴുതിട്ടുള്ളവർക്കും ഒക്കെ അറിയാം ഉള്ളിൽ എങ്ങനെയാണ് എന്താണെന്നുള്ളത്. സോ എന്തായാലും അവിടെ വിസിറ്റ് ചെയ്യാം കേട്ടോ. സോ അവിടുന്ന് നമ്മൾ നേരെ പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് വിട്ടത് ആഴിമല ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. സോ അവിടേക്ക് പോണ റൂട്ടാണിത്. ഇത് ട്രിവാൻഡ്രം കന്യാകുമാരി റൂട്ടാണ് കേട്ടോ. റോഡുകൾ അടിപൊളിയാണ് ഈ ഒരു ഭാഗത്ത്. നല്ല രസമുണ്ടായിരുന്നു ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ. കന്യാകുമാരി ഇതുവരെ പോയിട്ടില്ല, പക്ഷേ ഈ റൂട്ടിൽ കൂടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ പോകണം. കാരണം നല്ല വ്യൂ ആണ്, നല്ല റോഡ് കണ്ടീഷനും ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു സീനിക് വ്യൂ തരുന്ന ഒരു ഹൈവേ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഹൈവേ ആയിരുന്നു. സോ അങ്ങനെ നമ്മൾ ആഴിമല ശിവക്ഷേത്രത്തേക്ക് എത്തിയിട്ടോ. സോ ഇതാണ് ആഴിമല ശിവക്ഷേത്രം കേട്ടോ. ആഴിമല ശിവക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഇതിൽ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മൂർത്തിയാണ് കേട്ടോ, ശിവൻ്റെ. അപ്പോൾ അതെ, എത്തുമ്പോൾ തന്നെ നമുക്ക് ആ മൂർത്തി ഇങ്ങനെ കാണാൻ പറ്റും. ഈ അമ്പലം വന്നിട്ട് അറേബ്യൻ സീയുടെ തൊട്ടടുത്താണ്, കോസ്റ്റിലായിട്ടാണ് ഈ എന്താ പറയുക അമ്പലം നിൽക്കുന്നത്. ഇവിടുന്ന് നമുക്ക് ബീച്ച് സൈഡും ഇതൊക്കെ കാണാൻ പറ്റും. പൊങ്കാല ടൈം ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ടെമ്പിൾ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. ടെമ്പിളൊക്കെ നമുക്ക് തമിഴ്നാട് ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് അവർ റിസംബിൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാണ് അവിടുത്തെ ബീച്ച് കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു, അങ്ങോട്ട് ഇറങ്ങാനൊന്നും നിന്നില്ല. സോ ദിസ് ഈസ് എ ടെമ്പിൾ. പിന്നെ ഇവിടുത്തെ മെയിൻ ഇതെന്ന് പറയുന്നത് അവിടെ അപ്പുറത്ത് തന്നെ, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഗംഗാധരേശ്വരൻ്റെ ഒരു മൂർത്തി, വലിയൊരു മൂർത്തി നമുക്ക് കാണാം. ഏകദേശം 58 ഫീറ്റ് ടോള് എങ്ങാണ്ട് വരുന്നുണ്ട് കേട്ടോ അത്. പിന്നെ ഇത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോളസ്റ്റ് ഗംഗാധരേശ്വരൻ സ്കൾപ്ചർ അല്ലെങ്കിൽ മൂർത്തിയാണെന്നാണ് പറയുന്നത്. പിന്നെ കേരളത്തിൽ എന്താ പറയുക ടോളസ്റ്റ് ശിവ സ്കൾപ്ചർ എന്നാണ് കേട്ടോ പറയുന്നത്. സോ അവിടെ നമ്മൾ പോയി കുറച്ച് നേരം അവിടെ നിന്നു. അതിനുശേഷം നമ്മൾ നേരെ പോയത് കോവളം ബീച്ചിലേക്കാണ്. കോവളം ബീച്ചിൽ പോയി അവിടെ കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി നടക്കുമ്പോഴേക്കും നമ്മൾ ഒരു 4 പേര്, നമ്മൾ 6 പേരെങ്ങാണ്ടല്ലേ പോയത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ബോട്ടിങ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമുക്കിങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ തന്നു. 4 പേർക്ക് പോകാൻ 1000 രൂപ എങ്ങാണ്ടാണ് കേട്ടോ ആയത്. സോ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഞാൻ, അമ്മ, പിന്നെ ഒരമ്മമ്മയുണ്ട്, പിന്നെ വസന്ത ആൻറ്റി. നമ്മൾ 4 പേരെ കയറിയില്ലൂടെ. ബാക്കി 2 പേരും അവിടെ ബീച്ചിൽ തന്നെ സൈഡിൽ തന്നെ നിൽക്കുക ചെയ്ത്. ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര ഫാസ്റ്റ് ബോട്ടിങ് ചെയ്ത് ഇങ്ങനെ സീയിൽ പോണത് കേട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഇതാണ് അവിടുത്തെ ഒരു റിസോർട്ടാണ് കേട്ടോ, സീൻ്റെ ഇടയിൽ തന്നെ. പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ അവിടെ താമസിക്കുന്നവർക്ക് ഈ സീൻ്റെ നല്ലൊരു വ്യൂ കിട്ടും. സീ വ്യൂ ഹോട്ടലാണ് അത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല വ്യൂ ആയിരുന്നു. പിന്നെ നമ്മൾ പോകുമ്പോൾ ഫോണൊക്കെ നമ്മൾ എന്താ പറയുക ഷൂട്ടൊക്കെ ചെയ്യണേ ശ്രദ്ധിച്ച് പിടിക്കണം, അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് തെറിച്ച് പോകും. കാരണം അത്രയും ഫാസ്റ്റായിട്ടാണ് ഈ ബോട്ട് പോണത്. ഓക്കെ, അതുപോലെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. നമ്മളിപ്പോൾ ടെമ്പിൾസ് ഈ ഒരു ട്രിപ്പിൽ ഈ ഒരു ബീച്ചും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ബീച്ച് ഇതിൻ്റെയൊക്കെ അടുത്തായിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ട്രിപ്പിൽ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഇറ്റ് വാസ് റിയലി നൈസ്. പിന്നെ കുറച്ച് ദൂരം എത്തുമ്പോൾ ഇവരിങ്ങനെ കുറച്ച് നേരം ബോട്ട് നിർത്തിയിടും. എന്നിട്ട് നമുക്ക് വ്യൂ ഒക്കെ ഇങ്ങനെ കാണാം. കണ്ടോ, അവിടെ നിന്ന് എന്താ പറയുക ഒരു ഷിപ്പ് കടന്ന് വരുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു സംഭവം. പിന്നെ നമ്മൾ തിരിച്ചെത്തിയ ശേഷം പിന്നെ എല്ലാവരും വെള്ളത്തിൽ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് ഈ വേവ്സ് വരുന്നത് ഇച്ചിരി ഒരു പേടിയുള്ള കാര്യമാണ്. അത് കാരണം ഞാൻ ഓവർ അങ്ങോട്ട് പോകാൻ നിന്നില്ല. അതിനുശേഷം നമ്മൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ അടുത്തുള്ള കുറേ ഷോപ്പുകളുണ്ട്. സോ അവിടെ നിന്ന് എല്ലാവർക്കും എന്തൊക്കെയൊക്കെ പർച്ചേസൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്ത് നല്ല നല്ല സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇത്തിരി കോസ്റ്റ്ലി ആണ് ചില സാധനങ്ങളൊക്കെ. കാരണം കൂടുതലും ഫോറിനേഴ്സും ഇവരൊക്കെയാണല്ലോ ഈ ഭാഗത്തേക്ക് വരുന്നത്. സോ അതിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാം. ഓക്കെ,
അതിനുശേഷം നമ്മൾ നേരെ പോയത് ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ടെമ്പിളിലേക്കാണ് കേട്ടോ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ശിവലിംഗമാണ്. ഇത് വേൾഡിലെ തന്നെ ടോളസ്റ്റ് ശിവലിംഗമായിട്ടാണ് കേട്ടോ ഇതാക്കിയിരിക്കുന്നത്. കാരണം 111.2 ഫീറ്റ് ടോളാണിത്. അപ്പോൾ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സും പിന്നെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ വന്നിട്ടുള്ള സംഭവമാണ്. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ശിവനും പാർവതിയും ഒപ്പമുള്ള ഇതാണുള്ളത്, നമുക്ക് തൊഴുകാൻ പറ്റും. പിന്നെ 12 ജ്യോതിർലിംഗങ്ങളെയും ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് തൊഴുകാനും കാണാനുമായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഈ ശിവലിംഗത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. ഇതിന് 8 ഫ്ലോർ ഉണ്ട്. ഏറ്റവും മേലെയായിട്ട് കൈലാസത്തിൻ്റെ ഒരു റെപ്ലിക്കയാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്കന്ന് കയറാൻ പറ്റിയില്ല. ഇനി എങ്ങാനും ഞാൻ പോവുകയാണെങ്കിൽ കയറാൻ പറ്റിയാൽ ഞാൻ അത് ഷൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. പിന്നെ വെളിയിലായിട്ട് വേറൊരു ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഗണപതിയുടെ 32 ഫോംസ് ഉള്ള ഒരു സംഭവം കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. സോ അടിപൊളി ഒരു അമ്പലമായിരുന്നു. ഇതായിരുന്നു നമ്മൾ ഏറ്റവും ലാസ്റ്റ് പോയ അമ്പലം. അവിടെ നമ്മൾ തൊഴുത് അവിടുത്തെ ദീപാരാധന ഇതൊക്കെ കണ്ട് നമ്മൾ പിന്നെ നേരെ നമ്മുടെ റൂമിലേക്ക് തിരിച്ചു. സോ ഒരു ബ്യൂട്ടിഫുൾ ട്രിപ്പായിരുന്നു. കുറേ അമ്പലങ്ങളൊക്കെ കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ തിരിച്ചു പോണ വഴിക്ക് അവിടെ നമ്മുടെ റൂം എത്താറായപ്പോൾ ഉള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. അടുത്ത ദിവസം പൊങ്കാലയല്ലേ, അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെയാണ്. സോ എന്തായാലും ഇനിയിപ്പോൾ പൊങ്കാല വ്ളോഗിൽ കാണാം നമുക്ക്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ സ്റ്റേ ട്യൂൺ ഫോർ the next vlog, that is Pongala vlog. Okay.